നമസ്കാരം സാർ. നമസ്കാരം സാർ, നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് ശുഭോദർക്കമായ ചില വാർത്തകൾ വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, അവിടെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നു. ഏതാണ്ട് 299 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 200-ലധികം സീറ്റുകൾ ജയിച്ച് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP എന്ന് പറയുന്ന പാർട്ടി അവിടെ അധികാരത്തിലേക്ക് വരികയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ 11 സംഘടനകൾ സംയുക്തമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവർക്ക് 70 സീറ്റുകളെ നേടാനായുള്ളൂ. നമുക്കറിയാം, അവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭവും അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതും പിന്നെ അവിടെ നടന്ന ന്യൂനപക്ഷ ഹിന്ദു വേട്ടയും ഒക്കെ നമുക്ക് അറിയുന്നതാണ്. സാർ, ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ വിലയിരുത്തുന്നു? ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ ആര്യ വളരെ ശുഭോദർക്കമായ വാർത്തകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തീവ്രവാദികളായ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി നിൽക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ അവിടുത്തെ ജനങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിലൂടെ 11 പാർട്ടികൾ ഉണ്ടായിരുന്നു. കളഞ്ഞിട്ടാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഈ താരിഖ് അൻവറിന്റെ നേതൃത്വത്തിൽ അധികാരത്തിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, തീവ്രവാദ രാഷ്ട്രീയത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും തള്ളിക്കളയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ബംഗ്ലാദേശികൾക്ക് വേണ്ടാത്ത ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിൽ UDF വേണം എന്നുള്ളത് ഒരു കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ കൃത്യമായി എന്നെ ആശങ്കപ്പെടുത്തുന്നതാണ്. സംബന്ധിച്ചിടത്തോളം നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളത്തിൻ VD സതീശൻ നടത്തുന്ന ശ്രമങ്ങള് കേരള മേഖലയിലേക്ക് പോകുന്നു എന്നാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയവുമായി ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് ബോധ്യമാകുന്നത്. സാർ, ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അത് ഇനി ഊഷ്മളമാകുമോ? കാരണം ഈ ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാനാണ് ഇപ്പോൾ ഇതിനെ തെരഞ്ഞെടുപ്പിൽ BNPയെ നയിച്ചതും വിജയത്തിൽ എത്തിച്ചതും. അദ്ദേഹം കഴിഞ്ഞ വർഷമാണ്, നീണ്ട 12 വർഷം വിദേശത്തായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് മടങ്ങി ബംഗ്ലാദേശിൽ എത്തിയത്. അദ്ദേഹം ന്യൂനപക്ഷങ്ങളോടൊക്കെ വളരെ നല്ല സമീപനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് ഒരു നല്ല സൗഹൃദത്തിൽ പോകാനുള്ള സാധ്യത ബംഗ്ലാദേശിന് വഴി തുറന്നിരിക്കുകയാണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, താരിഖ് റഹ്മാന് വിദേശ രാജ്യത്ത് പഠിച്ച ആളാണ്. അദ്ദേഹം വളരെ സംസ്കൃത ചിത്തനായ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, താരിഖ് അൻവർ എന്നാ പറഞ്ഞ് തെറ്റിപ്പോയി. താരിഖ് റഹ്മാൻ. അതെ. അപ്പൊ താരിഖ് റഹ്മാനെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഒരാള്. പിന്നെ ബംഗാളിന്റെ ഒരു സംസ്കാരം ഉണ്ടല്ലോ ആര്യ. കാരണം അതിന് ബംഗ്ലാദേശിന്റെ ഒരു സംസ്കാരമല്ല, ബംഗാളിന്റെ സംസ്കാരമാണ്. 1905 ബംഗാളിനെ വിഭജിച്ചപ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി ചെറുത്തുനിൽപ്പിനെ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്നത്. എന്ന് പറഞ്ഞാല് അവർക്കൊരു ബംഗാളി നാഷണലിസം, അതിനെ മതം ചോദ്യം ചെയ്യാൻ ബ്രിട്ടീഷുകാരൻ ശ്രമിച്ചപ്പോൾ ബംഗാളിലെ അതായത് ഇന്നത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചു നിന്ന് വളരെ ശക്തമായി ബ്രിട്ടീഷുകാരെ എതിർത്തു. അപ്പോഴാണ് മനസ്സിലായത്, 1905 നടക്കുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാകുന്നത് ഇത് അപകടകരമാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ നമ്മുടെ ഈ ബംഗാളിനെ പാർട്ടീഷൻ ചെയ്തതിനു ശേഷം ലോർഡ് കഴ്സൺ നേരെ കേരളത്തിലേക്കാണ്. നമ്മുടെ കൊല്ലത്ത് നമ്മുടെ റെസിഡൻസിയിൽ താമസിക്കുകയും ചെയ്തു ലോർഡ് കഴ്സണ് 1905. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും ബംഗ്ലാദേശിന്റെ ദേശീയ ഗീതം പാടുന്നത് ടാഗോർ എഴുതിയ വരികളാണ്. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെയും ടാഗോറിന്റെയും ഋത്വിക് ഘട്ടകിന്റെയും സത്യജിത് റേയുടെയും ഒക്കെ സംസ്കാരം പേറുന്ന ആളുകളാണ് ബംഗാളികൾ. ഒരു ഭാഗം മാത്രമാണ് ബംഗ്ലാദേശ്. അപ്പൊ ബംഗ്ലാദേശിന് പ്രത്യേകമായിട്ട് സംസ്കാരമൊന്നുമില്ല. ഇന്ത്യയിലെ ബംഗാളിന്റെ സംസ്കാരം തന്നെയാണ് ബംഗ്ലാദേശിനും ഉള്ളത്. അപ്പൊ ബംഗ്ലാദേശായിട്ടും അവരുടേതായ ഒരു സംസ്കാരമുണ്ട്, അവരുടേതായ ഒരു പാരമ്പര്യവുമുണ്ട്. ആ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മലിനമാക്കാതെ അവർ ജനാധിപത്യ ബോധം ഉണർന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ
വരികൾക്കിടയിൽ വായിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഈ ബംഗ്ലാദേശിനെ ഈ തരത്തിൽ ഇന്ത്യക്കെതിരായിട്ട് തിരിക്കുന്നതിൽ കർട്ടന് പുറകിലിരുന്ന് കളിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് മറ്റാരുമല്ല, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്. ഈ ഡീപ് സ്റ്റേറ്റ് ആസൂത്രണം ചെയ്ത പദ്ധതി ബംഗ്ലാദേശിനെ എക്കാലവും ഇന്ത്യക്കെതിരെ തിരിക്കുക. അതുപോലെ നമുക്കറിയാം, ഈ മുഹമ്മദ് യൂനസ് സർക്കാർ വന്നതിന് ശേഷം പാകിസ്ഥാനുമായിട്ട് ബംഗ്ലാദേശ് വലിയ ഭരണതലത്തിൽ, നയതന്ത്ര തലത്തിലൊക്കെ അവരുടെ സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്നു. വാസ്തവത്തിൽ ഇതിനെല്ലാം ബംഗ്ലാദേശി ജനത, അങ്ങ് നേരത്തെ പറഞ്ഞ പഴയ വങ്കപ്പെരുമ, അങ്ങനെ തന്നെ പറയണം, വങ്കദേശ പെരുമ, അത് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് എന്നല്ലേ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്? അത് പിന്നെ ആദ്യം നമ്മൾ കണ്ടത് ഈ മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞ ഒരു ശരാശരി സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം എവിടെയെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ട് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരു ചിട്ടി കമ്പനി പോലെ നമ്മുടെ ഈ ത്രിഫ്റ്റ് ഡിപ്പോസിറ്റ് നടത്തിയ ഒരാൾ, അത്രയുള്ള അല്ലെ, വേറെ വലിയ കാര്യമൊന്നുമില്ല. കുടുംബശ്രീ ആദ്യം തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ KB വത്സലകുമാരി തുടങ്ങിയ ഒന്നാണ് സുഫല എന്നായിരുന്നു അതിന്റെ പേര്. അതാ പിന്നെ കുടുംബശ്രീയായിട്ട് വികസിച്ചത്. അത് പോകട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ ഈ കുടുംബശ്രീ നടത്തിയ ഇവിടുത്തെ നമ്മുടെ സീനിയറായ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എത്ര നോബൽ സമ്മാനം കിട്ടണം. ആദ്യം ഇതിന്റെ ഏറ്റവും വലിയ ഒരു സമീപനം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തേക്ക് അവരുടെ ഒരു ചാരനെ അയക്കണമെങ്കിൽ അയക്ക് ഒരു അന്താരാഷ്ട്ര പരിവേഷം കൊടുക്കും. ഒന്നി അയക്ക് നോബൽ സമ്മാനം കൊടുക്കും, അല്ലെങ്കിൽ ബുക്കർ പ്രൈസ് കൊടുക്കും. ബുക്കർ പ്രൈസ് കൊടുത്തൊരു രാജ്യദ്രോഹി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, ഒക്കെ അടിച്ച് കറങ്ങുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഗൗരവമായിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളൊന്നും എടുത്തിട്ടില്ല. അതെ, എഴുതിയ പുസ്തകത്തിനേക്കാൾ മോശമായ ഒരു പുസ്തകം എഴുതിയതിനാണ് ബുക്കർ പ്രൈസ് കൊടുത്തത്. പറഞ്ഞു വന്നത്, ഈ സാധനങ്ങളെയൊക്കെ അമേരിക്ക നോക്കി വെച്ചിട്ട് അവർക്ക് ആദ്യം ഒരു ദിവ്യ പരിവേഷം ചേർത്തു. ലഡാക്കിൽ അത് തന്നെയാണ്. എന്നിട്ട് അവനെ ഉപയോഗിച്ച് രാജ്യത്തെ അപ്പൊ പൊതുസമൂഹത്തിന്റെ ഒരു അംഗീകാരം അവർക്ക് കിട്ടും. യൂനൂസ് ബംഗ്ലാദേശിലേക്ക് വരുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അന്തർദേശീയ മാധ്യമങ്ങൾ, മനോരമയുടെ നിയന്ത്രണത്തിലുള്ള അന്തർദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മനോരമ അടക്കമുള്ള അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന മാതൃഭൂമിയൊക്കെയുള്ള അടക്കമുള്ള പത്രങ്ങളും ഒക്കെ മുഹമ്മദ് യൂനൂസ് വന്നു സാമ്പത്തിക ഇപ്പൊ റെഡിയായി, ബംഗ്ലാദേശിനെയൊക്കെ റെഡിയാക്കും, എല്ലാം ഇരിക്കുന്നുണ്ട്. അതിൽ വന്നതോടുകൂടിയാണ് ഈ ബംഗ്ലാദേശിന്റെ നാശം തുടങ്ങുന്നത്. 1971 യുദ്ധത്തിലെ ബംഗ്ലാദേശും പാകിസ്ഥാന്റെ കടന്നുകയറ്റമാണല്ലോ ഈ ത്തിലേക്ക് വഴി തെളിച്ചത്. പട്ടാളക്കാർ ചെയ്ത കൊടും ക്രൂരതകൾ നാസികൾക്ക് അനുഭവിക്കേണ്ടി വന്നതിനെ ക്രൂരതയാണ് ബംഗ്ലാദേശിലെ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഈ പട്ടാളക്കാരെ ബംഗ്ലാദേശിലെത്തി അവിടുത്തെ പിന്നെ വനിതാ ഹോസ്റ്റൽ, കോളേജുകളിലെ വനിതാ ഹോസ്റ്റലുകളിൽ കടന്നു കയറി പരസ്യമായിട്ട് പെൺകുട്ടികളെ റേപ്പ് ചെയ്യുകയായിരുന്നു. എത്ര അവർ റേപ്പ് ചെയ്തതെന്നറിയാമോ? അപ്പം വളരെ ക്രൂരമായിട്ടാണ് പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശിലെ സ്ത്രീകളോട് പെരുമാറി. കിട്ടിയ പുരുഷന്മാരെയൊക്കെ അവിടെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. പിന്നെ ആണ് നമ്മുടെ ഈ മുക്തി വാഹിനിയൊക്കെ ഉണ്ടായത്. മുക്തി വാഹിനി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയുടെ സപ്പോർട്ടിലുണ്ടായ ഒരു സംവിധാനമാണ് മുക്തി വാഹിനി. മുജീബ് റഹ്മാൻ ജയിലായിരുന്നു. മുജീബ് റഹ്മാനെ കൊല്ലാതെ വിട്ടത് ഇന്ത്യ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ടും ഇന്ത്യയെ സഹായിക്കാൻ റഷ്യ ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് മുജീബ് റഹ്മാൻ കൊല്ലപ്പെടാതെ അവിടുന്ന് വന്നത്. അദ്ദേഹം ബംഗ്ലാദേശിലെ രാഷ്ട്ര നായകനായിട്ട് മാറുകയും ചെയ്തു. ഈ മുഹമ്മദ് യൂനൂസ് ആദ്യം ചെയ്തത് മുജീബ് റഹ്മാന് പകരം തന്നെ പ്രതിഷ്ഠിക്കാനാണ് ശ്രമിച്ചത്. അതിനാണ് ഈ കലാപകാരികളെ ഉപയോഗിച്ച് മുജീബ് റഹ്മാന്റെ ഔദ്യോഗിക വസതി തകർത്തു, അദ്ദേഹത്തിന്റെ പ്രതിമ തകർത്തു. അവിടെ ബംഗ്ലാദേശിന് രൂപം കൊടുത്തൊരു വലിയ മനുഷ്യന്റെ പ്രതിമയാണ് തകർത്തത്. എന്ന് പറഞ്ഞാല് ജമാഅത്തെ ഇസ്ലാമിയുടെ കൾച്ചറത, അവരത് തന്നെയാണ് ചെയ്തത്. അത്തരം ജമാഅത്തെ ഇസ്ലാമിയുടെ കൾച്ചറുള്ള തീവ്രവാദികളെ കേരളത്തിൽ പരിപോഷിപ്പിക്കാൻ UDF നടത്തുന്ന ശ്രമത്തിനെ എന്ത് വില കൊടുത്ത് എതിർക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഞാൻ. VD സതീശന് മുഖ്യമന്ത്രിയാകാൻ നമ്മുടെ കേരളത്തിലെ മതേതരത്വവും മതസൗഹാർദ്ദവും നശിപ്പിക്കാൻ നമ്മൾ എങ്ങനെ കൂട്ടുനിൽക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ അപകടകരമായ സാഹചര്യത്തിലേക്കാണ് UDF പോയിരിക്കുന്നത്. അതിന്റെ സൂചനയാണ്, അവർക്ക് കിട്ടാൻ പോകുന്ന മറുപടിയുടെ സൂചനയാണ് ബംഗ്ലാദേശിൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരിടേണ്ടി വന്നത്. അപ്പം ഈ മുജീബ് റഹ്മാന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ യൂനൂസിന്റെ ഘട്ടത്തിൽ നടന്ന എന്താണ്? ഹിന്ദു ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തുക, എത്ര ഹിന്ദുക്കളെ കൊന്നു, എത്ര ഹിന്ദുക്കളെ എത്ര ക്രൂരമായി തീയിലിട്ട് കൊല്ലുകയാണ്, തൂക്കി തീയിലിട്ട് കൊല്ലുകയാണ് ചെയ്തത്. എന്നാല് അമേരിക്ക കാണിച്ച, ഇപ്പം ഞാനൊരു സംഭവം കൂടെ പറയാം. ഡിസംബർ മാസത്തിൽ 2025 ഡിസംബറിൽ നൈജീരിയയില് ഇസ്ലാമിക് സ്റ്റേറ്റുകാര് പിന്നെ ഈ ബൊക്കോ ഹറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കുറെ
ഇസ്ലാമിക് സ്റ്റേറ്റ്സ് അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു, ഞങ്ങൾ അതിന് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ 27-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ബോംബർ വിമാനങ്ങൾ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ ബോംബിങ് നടത്തി നൈജീരിയയിൽ. കാരണം പറഞ്ഞത് നൈജീരിയയിലെ ക്രൈസ്തവര് പീഡിപ്പിക്കപ്പെടുന്നു. നൈജീരിയയിലെ മനുഷ്യരുടെ അല്ല, ക്രൈസ്തവരുടെ കാര്യമാണ് ട്രംപ് പറഞ്ഞത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അമേരിക്കയുടെ അതേ ന്യായം ഇന്ത്യ അനുവർത്തിച്ചു വന്നിരുന്നു എങ്കിൽ ബംഗ്ലാദേശിന് പിടിച്ചിരിക്കാൻ പറ്റുമായിരുന്നില്ല, മുഹമ്മദ് യൂനുസിന് അവിടെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. ജനാധിപത്യ ബോധമുള്ള ഒരു രാജ്യമായതുകൊണ്ടും അമേരിക്കയേക്കാൾ സംസ്കാരമുള്ള ഒരു ജനത ഇവിടെ ഉള്ളത് കൊണ്ടും അതിനെ ടോളറേറ്റ് ചെയ്യുമെന്ന് മാത്രമേ. അമേരിക്ക പോലും ഒരു രാജ്യത്ത് നടക്കുന്ന കലാപത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണും. അതാണ് അതിന്റെ സാർ, ഈ വാസ്തവത്തിൽ അവസാനമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ഡീപ് സ്റ്റേറ്റ് അവരുടെ പദ്ധതി പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്? അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ശ്രമങ്ങള് പലതും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മള് അനൗപചാരികമായ ഒരു വാർത്ത നമ്മൾ അറിഞ്ഞത് നരേന്ദ്രമോദിയെ വധിക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നിയോഗിച്ച ഒരു CIA ചാരനെ ബംഗ്ലാദേശിലെ ഹോട്ടലില് കൊല്ലപ്പെടുകയുണ്ടായി. അയാൾ മൃതശരീരം പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാൻ അനുവദിക്കാതെ പ്രത്യേക വിമാനത്തിൽ അമേരിക്ക കടത്തിക്കൊണ്ട് പോയത് നമുക്കറിയാം. അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനെ അവരുടെ ഒരു താവളമാക്കി മാറ്റണം. അങ്ങനെ താവളമാക്കി മാറ്റാൻ ഷെയ്ഖ് ഹസീന അനുവദിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഗവൺമെന്റിനെ. ഈ ചിട്ടിയെക്കുറിച്ച് ഗവേഷണം നടത്തിയതിനെ കൊണ്ടുവന്ന് അവിടെ വന്ന് കൊണ്ടിരുത്ത ഭരണാധികാരി കാരണമായി 10,000 താഴെ വരുന്ന ഒരു ജനക്കൂട്ടം ഇവിടെ തെരഞ്ഞെടുപ്പൊന്നും വേണ്ട, പ്രധാനമന്ത്രിയായിട്ട് മുഹമ്മദ് യൂനുസ് വരണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. 10,000 പേരുടെ പ്രധാനമന്ത്രിയായിരുന്നു ഈ മുഹമ്മദ്. അപ്പൊ ഈ മുഹമ്മദ് യൂനുസ് എന്ന് പറഞ്ഞ ഒരാള് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്താ സംഭാവന, അല്ല ലോക സാമ്പത്തിക ശാസ്ത്രത്തെ രംഗത്ത് എന്ത് സംഭാവനകളാണ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും ശരി, അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു കുഞ്ഞൊരു ചിട്ടിക്കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ സംഭവങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ. എന്തായാലും ഈ ചിട്ടിക്കമ്പനിക്കാരനെ പിടിച്ച് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അവിടെ ബംഗ്ലാദേശിൽ ഇരുത്തി ബംഗ്ലാദേശിലെ ജനങ്ങൾ തന്നെ അയാളെ തള്ളി പുറത്താക്കുകയും ചെയ്തു. ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് ഇന്നല്ലെങ്കിൽ നാളെ ബംഗ്ലാദേശുകാര് അമേരിക്കയുടെ ഇടപെടല് നടത്തിയ രാജ്യങ്ങളിലൊന്നും അവർ രക്ഷപ്പെട്ടില്ല. വിയറ്റ്നാമിൽ അവർ രക്ഷപ്പെട്ടില്ല, അഫ്ഗാനിസ്ഥാനിൽ അവർ രക്ഷപ്പെട്ടില്ല. അവരെവിടൊക്കെ ചെന്ന് ഇടപെട്ടിട്ടുണ്ടോ അവിടെ ഒക്കെ അവരെ അടിയും കൊണ്ട് തിരിച്ച് കരയ്ക്ക് കയറിയിട്ടേ ഉള്ളൂ. ബംഗ്ലാദേശിലെ ജനങ്ങളും ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ അവിടെ നിന്ന് നാട് കടത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്നല്ലെങ്കിൽ നാളെ ബംഗ്ലാദേശിലേക്ക് ചെല്ലാനും അവരുടെ പാർട്ടി നിരോധിച്ചുകൊണ്ട് നടത്തിയ ജനാധിപത്യ വിരുദ്ധമായ ഒരു തെരഞ്ഞെടുപ്പാണിത്. അവാമി ലീഗിനെ മത്സരിക്കാൻ അനുവദിച്ചില്ലല്ലോ. അത്ര ജനാധിപത്യ വിരുദ്ധനായ ഒരു പ്രാകൃതനാണ് ഈ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന അമേരിക്കയുടെ പാവ. അപ്പൊ എന്തായാലും ആ 7-2 ശനി ബംഗ്ലാദേശിൽ നിന്ന് മാറി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നാളത്തെ ബംഗ്ലാദേശിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഷെയ്ഖ് ഹസീനയെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല, അവാമി ലീഗിനെയും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. അവാമി ലീഗും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ് ബംഗ്ലാദേശിന് ആവശ്യമായതെന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ബംഗ്ലാദേശ് ജനാധിപത്യത്തിന്റെ ഒരു പന്ഥാവിലൂടെ സുഗമമായിട്ട് മുന്നോട്ട് നീങ്ങും. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ബംഗ്ലാദേശിലെ ജനതയ്ക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.